Hi, hello, my dear students. We are starting a new chapter, new part, chapter 5, part 3, Geography, Money and Economy. നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ചാപ്റ്റർ 5 നമ്മുടെ ജോഗ്രഫിയുടെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 ടെക്സ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി ഒന്ന് തുറന്നു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെറുതെ വീഡിയോ കാണുകയല്ല, ആ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ടെക്സ്റ്റിലെ നമ്മുടെ 1 അല്ലേ, പാർട്ട് 1 ടെക്സ്റ്റിലാണ് ജോഗ്രഫിയുടെ പുസ്തകം എടുക്കുക. അവിടെ ചാപ്റ്റർ 5 എടുക്കുക. ഇവിടെ പാർട്ട് 1 പാർട്ട് 2 രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാപ്റ്ററിനെ പറ്റി ടീച്ചർ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം, അതായത് പാർട്ട് 2, അതിനകത്ത് നമ്മൾ RBI പഠിച്ചു. RBIയുടെ ഫങ്ഷൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. RBIയുടെ ഫസ്റ്റ് സെക്കൻഡ് ഫങ്ഷൻ നമ്മൾ ടോട്ടലി പഠിച്ചു. ഇനിയും RBIയുടെ തേർഡ് ഫങ്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ നമ്മുടെ RBI ആണ് ക്രെഡിറ്റിൻ്റെ കൺട്രോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായാൽ നമുക്കറിയാം അവിടെ പ്രൈസ് റൈസ് ഉണ്ടാവും. പ്രൈസ് റൈസ് അല്ലേ, അത് നമ്മുടെ പണത്തിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിയെ ഡിക്രീസ് ചെയ്യും. അതാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. നമുക്ക് ഇന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI? RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെഷേഴ്സാണ് എടുക്കുക? ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഷേഴ്സിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ തിരിക്കുന്നു. ക്വാണ്ടിറ്റി, ക്വാളിറ്റി. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയുടെ ഒന്നാമത്തെ കാര്യം എന്താണ്? ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ്, ചേഞ്ച് ഇൻ റിസർവ് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. They are quantitative measures. Then what are the qualitative measures? Margin requirements and moral suasion. ഈ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ആ വേർഡ്സ് മാത്രം പഠിക്കുക. മാർജിൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് മോറൽ സോഷ്യൽ. ദെൻ ക്വാണ്ടിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ്, ചേഞ്ച് ഇൻ റിസർവ് റേറ്റ്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. These are the quantitative measures taken by RBI to control credit. ഓക്കെ, എന്തിനാണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ ഉണ്ടാകാതിരിക്കാനാണ്. ടു അവോയ്ഡ് ഇൻഫ്ലേഷൻ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. ദ RBI കൺട്രോൾ ഇൻഫ്ലേഷൻ ബൈ ചേഞ്ചിങ് റിപ്പോ റേറ്റ് ആൻഡ് റിസർവ് റിപ്പോ. എക്സ്പ്ലെയിൻ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് റിപ്പോ റേറ്റ്. എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, റിപ്പോ റേറ്റ്. ഇനി റിസർവ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഈ ആൻസറിനകത്ത് പഠിക്കുന്നുണ്ട്. റിവേഴ്സ് റിപ്പോ. ഓക്കെ, ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ റിപ്പോ റേറ്റ്. വെൻ RBI increases റിപ്പോ റേറ്റ്, the commercial banks also change this rate. RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സമയാസമയങ്ങളിൽ ടൈം ടു ടൈം എന്ത് ചെയ്യുന്നു? റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നു. വെൻ RBI increases റിപ്പോ റേറ്റ്, ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓൾസോ ഇൻക്രീസസ് റിപ്പോ റേറ്റ് ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. RBI റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് കൊമേഴ്സ്യൽ ബാങ്കുകളും SBI, കാനറ ബാങ്ക് പോലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളും അവരുടെ റിപ്പോ റേറ്റും ചേഞ്ച് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. വെൻ ദീസ് റേറ്റ്സ് ആർ ഇൻക്രീസ്ഡ്, the money available with the commercial banks for lending fall because they will not take loans from RBI and deposit more in the RBI. അപ്പോൾ റിപ്പോ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിൽ ലോൺ കൊടുക്കാൻ പണമില്ലാതെ വരും. അതിൻ്റെ കാരണം എന്താണ്? അവർ കൂടുതലും ഡിപ്പോസിറ്റ് ചെയ്യാൻ നോക്കും. നമുക്കറിയാം ബാങ്കേഴ്സ് ബാങ്കാണ് RBI അല്ലേ, ബാങ്കുകളുടെ ബാങ്കാണ് RBI.
സോ ദിസ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ക്യാൻ ഡിപ്പോസിറ്റ് മണി ഇൻ ആർ ബി ഐ. ആർ ബി ഐയിൽ അവർക്ക് മണി ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ കൂടുതൽ പണവും റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ദേ വിൽ നോട്ട് ടേക്ക് ലോൺസ് ഫ്രം ആർ ബി ഐ. ആർ ബി ഐയിൽ നിന്ന് അവർ ലോൺ എടുക്കത്തില്ല. കാരണം എന്താണ്? കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. വൈ? ബിക്കോസ് ദ ആർ ബി ഐ ഇൻക്രീസസ് റിപ്പോ റേറ്റ്. സോ ദേ വിൽ നോട്ട് ടേക്ക് ലോൺസ് ഫ്രം ആർ ബി ഐ. ദേ ഡിപ്പോസിറ്റ് മോർ മണി ഇൻ ദ ആർ ബി ഐ. So, when these rates increase, the money availability with the commercial banks for lending fall. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കടം കൊടുക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാതെ വരും, അത് കുറയും. അതിൻ്റെ കാരണം എന്താണ്? അവർ കൂടുതലും അവരുടെ കയ്യിലുള്ള പണം ആർ ബി ഐയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആർ ബി ഐയിൽ നിന്നും അവർ ഒരു കാരണവശാലും ലോൺ എടുക്കുകയില്ല. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിൽ മറ്റാളുകൾക്ക്, ഇൻഡിവിജ്വൽസിനെ ലോൺ കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമില്ലാതെ വരും. ഓക്കെ, ഇൻ ദ സെയിം വേ ദ ലോൺ ടേക്കൺ ബൈ ദ പബ്ലിക് വിൽ ഓൾസോ ബി ലെസ്. പബ്ലിക് എടുക്കുന്ന ലോണും ലെസ് ആവും. അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓൾസോ ചേഞ്ച് ദെയർ റിപ്പോ റേറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകളും ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുക, ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആയിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും പോയി കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കാൻ തയ്യാറാവുമോ? ഇല്ല. അതുപോലെ ആവശ്യമുള്ളവർ മാത്രമേ അത്രയും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുക്കാൻ തയ്യാറാകത്തുള്ളൂ. അപ്പോൾ ലോൺ എടുക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ, പബ്ലിക്കിൻ്റെ നമ്പറും കുറയും. ഓക്കെ, അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ ആർ ബി ഐയിൽ നിന്ന് ലോൺ കുറയ്ക്കും, അവർ കൂടുതലും ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇൻ ദ സെയിം വേ ദ പബ്ലിക് ഓൾസോ ഡെപ്പോസിറ്റ് മോർ മണി ഇൻ ദ ബാങ്ക് ആൻഡ് റെഡ്യൂസ് ടേക്കിംഗ് ലോൺ ഫ്രം ദ ബാങ്ക്. സോ ദ മണി അവൈലബിൾ ഇൻ ദ ഇക്കോണമി ഓൾസോ വിൽ ബി ലെസ്. സോ ദ മണി അവൈലബിൾ ഇൻ ദ ഇക്കോണമി വിൽ ലെസ്. അതുകൊണ്ട് ഇക്കോണമിയിലുള്ള പണത്തിൻ്റെ അളവ് കുറയും. കാരണം ലോൺ ആരും എടുക്കുന്നില്ല, എല്ലാവരും കയ്യിലുള്ള പണം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണ്? ദ ആർ ബി ഐ ഇൻക്രീസസ് ദ റിപ്പോ റേറ്റ്. ഓക്കെ, പീപ്പിൾ ഓൾസോ ഡെപ്പോസിറ്റ് മോർ മണി ഇൻ ദ ബാങ്ക് ദാൻ സ്പെൻഡ്. ആളുകൾ സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കും. കാരണം എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. The amount of money in the economy decreases and the inflation come under control. അങ്ങനെ ഇക്കോണമിയിലുള്ള പണത്തിൻ്റെ അളവ് ഡിക്രീസ് ആവുകയും ഇൻഫ്ലേഷൻ കൺട്രോൾ ആവുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് ആർ ബി ഐ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ ആർ ബി ഐ കൺട്രോൾ ദ ഇൻഫ്ലേഷൻ ബൈ ചേഞ്ചിങ് റിപ്പോ റേറ്റ്. ഇൻ ദ ഇൻഫ്ലേഷൻ ടൈം ദ ആർ ബി ഐ ഇൻക്രീസസ് ദ റിപ്പോ റേറ്റ്. When the RBI increases repo rate, the commercial banks reduce taking loan and they increase depositing money in the RBI. In the same way, public also reduce the loan and they also increase the deposit. In this way, the amount of money in the economy decrease and the inflation come under control. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇക്കോണമിയിലെ പണത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ പണത്തിന് വിലയില്ല, പണം എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പണം. ഓക്കെ, അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന, പണപ്പെരുപ്പം എന്നല്ലേ മലയാളത്തിൽ അതിന് പറയുന്ന, പണപ്പെരുപ്പം എന്നാണ്. അങ്ങനെ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. എന്താണ് ഈ റിപ്പോ റേറ്റ്? ഞാൻ പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പണം ഇട്ടാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടും, പണം അവരോട് മേടിച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ സാധാരണ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിൻ്റെ ഇൻക്രീസ് ചെയ്ത് നിൽക്കുമ്പോൾ ലോൺ എടുക്കാനാണോ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരിക? അവർ ലോൺ എടുക്കത്തില്ല, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്നാൽ ഡെപ്പോസിറ്റ് ചെയ്താലോ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് ആർ ബി ഐയിൽ നിന്നും ഒരു കൊമേഴ്സ്യൽ ബാങ്കും ലോൺ എടുക്കത്തില്ല. പകരം കൊമേഴ്സ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള പണം കൊണ്ടുപോയി ആർ ബി ഐയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, കാരണം അവർക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടും. സെയിം വേ പബ്ലിക്കും ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക്കും എന്ത് ചെയ്യും? ലോൺ എടുക്കുകയില്ല, പകരം ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇക്കോണമിയിലുള്ള പണത്തിൻ്റെ അവൈലബിലിറ്റി കുറയും.
പണത്തിൻ്റെ അവൈലബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ കുറയുക എന്നാണ്. ഇൻ ദിസ് വേ ദ RBI കൺട്രോൾ ഇൻഫ്ലേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ദ ക്രെഡിറ്റ് ആൻഡ് സപ്ലൈ മണി ബൈ ചേഞ്ചിങ് ദ ക്യാഷ് റിസർവ് റേഷ്യോ, CRR, ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് മണി സപ്ലൈയിൽ ചേഞ്ച് വരാൻ വേണ്ടി ക്യാഷ് റിസർവ് റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദേ ചേഞ്ച് ക്യാഷ് റിസർവ് റേഷ്യോ. ദിസ് ഈസ് ദ, എന്താണ് ഈ ക്യാഷ് റിസർവ് റേഷ്യോ? ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ഇൻ ദ ബാങ്ക് മസ്റ്റ് കീപ് ആസ് റിസർവ് വിത്ത് ദ RBI ഔട്ട് ഓഫ് ദ മണി ദേ റിസീവ് ആസ് ഡെപ്പോസിറ്റ്. എന്താണ് ഈ റിവേഴ്സ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ഒരു RBI പറയുന്ന ഒരു പെർസെൻറ്റേജ് ക്യാഷ് RBIയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞതാണ്. RBIയിൽ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്യണം. എത്ര തുക ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളത് ആരാണ് തീരുമാനിക്കുക? അത് RBI ആണ് തീരുമാനിക്കുക. ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് എത്രയാണോ ഡെപ്പോസിറ്റായിട്ട് വരുന്ന പണം, ആ പണത്തിൻ്റെ പെർസെൻറ്റേജ് RBI നിശ്ചയിക്കുന്നത് RBIയിൽ എല്ലാ ബാങ്കുകളും ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ദ എമൗണ്ട് ഓഫ് മണി ദ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് റിസർവ്. റിസർവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അവരുടെ കയ്യിൽ മറ്റു ആളുകൾ ഇടുന്ന ഡെപ്പോസിറ്റ് പണം കൊടുക്കാൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ലേ, പണം റിസർവ് ചെയ്ത് വെക്കുക. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പഴയ കാലത്ത് നമുക്ക് പണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാലത്ത് വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ കുറച്ച് രൂപ എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അത് റിസർവ് മണിയാണ്. അത്രയ്ക്ക് വളരെ പണത്തിന് ആവശ്യം വരുമ്പോൾ മാത്രമേ ഈ റിസർവ് ചെയ്ത പണം അവരെടുക്കത്തുള്ളൂ. ഇപ്പം പെട്ടെന്നുണ്ടാകുന്ന കാര്യത്തിന് അവർ ആ പണം ഒരിക്കലും എടുക്കാറില്ല. എന്തെങ്കിലും അതുപോലെ മെഡിസിൻ വാങ്ങാനോ അങ്ങനെ അതുപോലെ അത്യാവശ്യം വന്നാൽ ഈ റിസർവ് മണി എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ റിസർവായിട്ട് പണം വെക്കത്തില്ലേ? അതുപോലെയാണ് ഈ കൊമേഴ്സ്യൽ ബാങ്കുകളെ RBIയിൽ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് റിസർവായിട്ട് വെക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. ആ ക്യാഷ് റിസർവിൻ്റെ റേഷ്യോ തീരുമാനിക്കുന്ന ആരാണ്? RBI. വെൻ ദ റിസർവ് റേഷ്യോ ഇൻക്രീസ് ദ മണി അവൈലബിൾ വിത്ത് ദ ബാങ്ക് ടു ലെൻഡ് ഡിക്രീസസ്. ഇവരെന്ത് ചെയ്യുമെന്നോ? ഈ റിസർവ് ചെയ്യുന്ന റേഷ്യോയും ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റിൻ്റെ റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ റിസർവ് റേഷ്യോയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾ കൂടുതൽ പണം കൊണ്ടുപോയി RBIയിൽ സൂക്ഷിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കയ്യിലുള്ള പണം ഡിക്രീസ് ചെയ്യും. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ കയ്യിലുള്ള പണം കുറയ്ക്കണം, നമ്മുടെ ഇക്കോണമിയിലുള്ള പണം കുറയ്ക്കണം. ഇക്കോണമിയിലുള്ള പണം കുറയണമെങ്കിൽ ആരുടെ കയ്യിൽ പണം കുറയണം? ബാങ്കിൻ്റെ കയ്യിൽ പണം കുറയണം. ബാങ്കിൻ്റെ പണം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? റിസർവിൽ വെക്കേണ്ട റേഷ്യോ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പണം കൊണ്ടുപോയി റിസർവ് ബാങ്കിൽ അവർ കൊണ്ടുപോയി റിസർവായിട്ട് വെക്കും. ഓക്കെ, ദിസ് റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് മണി പീപ്പിൾ ഹാവ്. ഇത് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുകയും അത് പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെയും നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേ ഇൻക്രീസ് ദ റിപ്പോ റേറ്റ്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ദേ ഇൻക്രീസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. അതായത് ബാങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിടേണ്ട പണത്തിൻ്റെ പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അതും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പണം കൂടുതൽ കൊണ്ടുപോയി റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ആളുകളുടെ കയ്യിലെ പണത്തിൻ്റെ അളവ് കുറയും, ഇക്കോണമിയിൽ പണം കുറയും. അതാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ടീച്ചർ ഒന്നുകൂടി പറയുന്നതായിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ RBI ആക്ട്സ് ആസ് ഗവൺമെൻറ്റ്സ് ബാങ്ക്? എന്താണ് RBI ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഒരു ബാങ്കുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതേപോലെ ബാങ്കുകൾ RBIയുമായിട്ട് ഡീൽ ചെയ്യണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡീലിങ്സും നടക്കുന്നത് RBIയുമായിട്ടാണ്. ഓക്കെ, RBI ആക്ട്സ് ആസ് ഗവൺമെൻറ്റ്സ് ബാങ്ക് മീൻസ് ഗവൺമെൻറ് ടേക്ക് ലോൺസ് ഫ്രം RBI, ഗവൺമെൻറ് ഡെപ്പോസിറ്റ് ദെയർ മണി ഇൻ ദ RBI. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ.
ഗവൺമെൻറ്റുകൾ അത് സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് പണം ഉണ്ടെങ്കിൽ ആർ ബി ഐ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. അവർക്ക് ലോൺ വേണമെങ്കിൽ എവിടെ നിന്ന് എടുക്കണം? ആർ ബി ഐയിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് ആർ ബി ഐ. മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളുമായിട്ടല്ല ഗവൺമെൻറ്റിന് ഡീലിംഗ്. നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർ ആർ ബി ഐയിൽ പോയല്ല നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരെ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ എസ് ബി ഐയിലോ നമ്മുടെ ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്ക് ഏകദേശം ഒരു 19-20ഓളം കൊമേഴ്സ്യൽ ബാങ്കുകൾ നമുക്കുണ്ട്. അവിടെയാണ് നമ്മൾ കൊണ്ടിടുന്നത് നമ്മൾ സാധാരണക്കാരെ. എന്നാൽ ഗവൺമെൻറ് എവിടെയാണ് ഇടേണ്ടത്? ആർ ബി ഐ. ഓക്കെ, ദ ആർ ബി ഐ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഗവൺമെൻറ് അക്കൗണ്ട്സ്, providing banking service and implementing financial management. So the RBI provide banking service to the government. That is the meaning. It also advises government on matters such as fiscal and monetary policy. നമ്മുടെ ഫിസ്ക്കൽ പോളിസി മീൻസ് ടാക്സേഷൻ ആണ്. നമുക്ക് എങ്ങനെ ടാക്സ് ഇടണമെന്നും ഏത് തരത്തിലുള്ള മോണിറ്ററി പോളിസി വേണമെന്നും ആർ ബി ഐ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ്റിനെ മണി മാറ്റേഴ്സിൽ ഫിസ്ക്കൽ മാറ്റേഴ്സിൽ, ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ ഓർത്തോണേ ടാക്സാണ്, ടാക്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ടാക്സിൻ്റെ കാര്യങ്ങളിൽ മോണിറ്ററി പോളിസിയിൽ ഗവൺമെൻറ്റിനൊരു അഡ്വൈസ് വേണമെങ്കിൽ അവർ മറ്റെങ്ങും പോകരുത്, ആർ ബി ഐ ആണ് അഡ്വൈസ് കൊടുക്കുക. കാരണം അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും ആർ ബി ഐക്കുണ്ട്. ഓക്കെ, അതുപോലെ ഗവൺമെൻറ്റിന് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ആർ ബി ഐ പ്രൊവൈഡ് ബാങ്കിങ് സർവീസ് ടു ദ ഗവൺമെൻറ്. ദാറ്റ് മീൻസ് ദേ ഗീവ് ലോൺസ് ആൻഡ് ടേക്ക് ഡെപ്പോസിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. ബാങ്കിങ് സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗവൺമെൻറ്റിന് ലോൺ കൊടുക്കണം, ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റുകൾ മേടിക്കണം. ബാങ്കിന് 2 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒന്ന് ആളുകൾക്ക് ലോൺ കൊടുക്കുക, 2 ഡെപ്പോസിറ്റ് വാങ്ങുക. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി ആർ ബി ഐ ഇതുപോലുള്ള എല്ലാ ബാങ്കിങ് സർവീസുകളും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മണി മാറ്റേഴ്സിൽ, ഫിസ്ക്കൽ മാറ്റേഴ്സിൽ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യും. ഈ 2 പോയിന്റ് എഴുതിക്കണം. ദാറ്റ് ഈസ് ദ മീനിങ് ആർ ബി ഐ ആക്ട്സ് ആസ് ഗവൺമെൻറ്റ്സ് ബാങ്ക്. ഓക്കെ, ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതാണ് 5th വൺ. നമ്മുടെ ആർ ബി ഐയുടെ അവരുടെ ഫങ്ഷൻസിൽ 5th വൺ ആണ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമുക്കറിയാം നമ്മുടെ ആർ ബി ഐക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗോൾഡ് ഇത് റിസർവ് ചെയ്ത് വെക്കും, കുറേ വാങ്ങി വെക്കും. ടൺ കണക്കിന് ഗോൾഡാണ് മേടിച്ച് ആർ ബി ഐ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നത്, ആ കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്യേണ്ടത് ആർ ബി ഐ ആണ്. ആർ ബി ഐ കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ ആർ ബി ഐ എത്ര വാല്യൂ ഉള്ള നോട്ടുകളാണോ പ്രിൻ്റ് ചെയ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മാത്രമേ അത്രയും പണം ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഈ പണം ഇറക്കുന്നതെന്ന് പറയുന്നത്, പിള്ളേരെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ അതിനെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പണം എന്ന് പറയുന്നത് വെറും പേപ്പറാണ് അല്ലേ, പേപ്പറിന് വിലയൊന്നുമില്ല. അപ്പോൾ പേപ്പർ എടുത്തിട്ട് അതിൽ ആർ ബി ഐ അതിൻ്റെ മുദ്രയൊക്കെ കൊടുത്ത് ഇതാണ് 500 രൂപ, ഇതാണ് 100 രൂപ, ഇതാണ് 10 രൂപ, 50 രൂപ, ഇതാ നിങ്ങൾ ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് ഗവർണറുടെ ഒപ്പുമൊക്കെ ആയിട്ട് ആർ ബി ഐയുടെ എംബ്ലവും ഒക്കെ ഇട്ട് നമുക്കൊരു കറൻസി തരുന്നു. അപ്പോൾ ആ കറൻസിക്ക് തുല്യമായ ഗോൾഡ് എവിടെ ഇരിപ്പുണ്ട്? ആർ ബി ഐയിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പണമാണോ കറൻസി നോട്ടുകളായിട്ട് ആർ ബി ഐ പ്രിൻ്റ് ചെയ്ത് സർക്കുലേഷന് വേണ്ടി വിടുന്നത് അത്രയും പണം, അതിൻ്റെ മൂല്യമുള്ള ഗോൾഡ് ആർ ബി ഐയിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷമാണ് കറൻസി നോട്ടുകൾ ഇറക്കി വിടുന്നത്. നിങ്ങൾക്കറിയാം ഗോൾഡ് പോലുള്ള സാധനങ്ങൾ വെച്ച് കറൻസി നോട്ടുകളോ കോയിൻസോ അടിച്ചിറക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നില്ല, അത് അവിടെ സൂക്ഷിച്ച് വെക്കുന്നു. അവിടുത്തെ സ്ട്രോങ് റൂമിൽ ഗോൾഡ് വെക്കുന്നു. ആ ഗോൾഡിൻ്റെ വിലയ്ക്ക് തക്ക കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആർ ബി ഐ എപ്പോഴും ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയും ഗോൾഡിൻ്റെയും കസ്റ്റോഡിയനാണ്. നമുക്കൊന്ന് വായിക്കാം. ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് അവർ എക്കോണമി ആർ സം ടോട്ടൽ ഓഫ് ഫോറിൻ കറൻസീസ് ആൻഡ് ഗോൾഡ് റിസർവ്സ്. കണ്ടോ, ഫോറിൻ കറൻസി, അതായത് വലിയ ഡെവലപ്പ് നേഷൻസിൻ്റെ കറൻസികൾക്കും നല്ല വാല്യൂവാണ്. അതുകൊണ്ട് അങ്ങനെയും സൂക്ഷിച്ചു വെക്കും. അതായത് ഡോളറോ ഒക്കെ പോലെയുള്ള, യൂറോ ഒക്കെ പോലെയുള്ള വലിയ വാല്യൂ ഉള്ള ഫോറിൻ കറൻസിയും നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമ്മുടെ ആർ ബി ഐ സൂക്ഷിച്ചു വെക്കും, പ്ലസ് ഗോൾഡ്. ആർ ബി ഐ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഓൾ ദിസ്. ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ആർ ബി ഐ ആണ്, നോട്ട് ഗവൺമെൻറ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റ് ഒക്കെയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. നോ, ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ആർ ബി ഐ ആണ്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റിസർവ് അവർക്കുണ്ട്, ഗോൾഡിൻ്റെ റിസർവ് ഉണ്ട്. അതിനെയാണ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. റിപ്പോർട്ട്സ്.
RBI പബ്ലിഷ് സോ മെനി റിപ്പോർട്ട്സ്. അതാണ് സിക്സ്ത് അവരുടെ ഫങ്ഷനാണ് പബ്ലിഷിംഗ് റിപ്പോർട്ട്സ്. ഏതെല്ലാം തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് RBI പബ്ലിഷ് ചെയ്യുന്നത്? ബാങ്കിങ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, മോണിറ്ററി പോളിസി റിപ്പോർട്ട്സ്, കൺസ്യൂമർ സർവേസ്, RBI ബുള്ളറ്റിൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റ്സ്. അപ്പോൾ RBIയുടെ ഭാഗത്തുനിന്ന് ധാരാളം ബുള്ളറ്റിനുകളെ, ധാരാളം റിപ്പോർട്ടുകളെ, അത് വീക്കിലി ഉള്ള റിപ്പോർട്ടുകൾ കാണും, മന്ത്ലി ഉള്ള റിപ്പോർട്ടുകൾ കാണും, ഇയർലി ഉള്ള റിപ്പോർട്ടുകൾ കാണും. ഓക്കെ, അങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ അവർ പുറപ്പെടുവിക്കാറുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 എണ്ണം. ബാങ്കിങ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, അങ്ങനെ ചില ബുള്ളറ്റിൻസൊക്കെ അവരിടാറുണ്ട്. മോണിറ്ററി പോളിസി റിപ്പോർട്ട്സ്, അവർ ഓരോ കാലങ്ങളിൽ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെയാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട്. കൺസ്യൂമറിനെ പറ്റി അവർ സർവേ നടത്തി അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വിടാറുണ്ട്. RBIക്ക് തന്നെ സ്വന്തമായിട്ട് ബുള്ളറ്റിൻസ് ഉണ്ട്. നമ്മൾ RBIയുടെ ബുള്ളറ്റിൻ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇനിയും ഭാവിയിൽ ഇപ്പം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഏതാണ് കൂടുതൽ ബെറ്റർ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. RBIയുടെ ബുള്ളറ്റിൻസ് ഉണ്ട്. ഇനി അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതെന്താണ്? ഓരോ ഇയർലി അല്ലെങ്കിൽ ഓരോ മന്ത്ലി വീക്കിലി വരുന്ന അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും സപ്ലിമെൻറ്റ്സും ഒക്കെ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലാസ്റ്റ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ RBIയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ 2 ദിവസമായിട്ട് 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ 3 ഫങ്ഷൻസ് പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ബാക്കി വരുന്ന 3 ഫങ്ഷൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡേ അതിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ കണ്ടിന്യൂവേഷൻ ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഞാൻ അത് വീണ്ടും പറയുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.